ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഉം. അതിനുശേഷം ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പല ഘട്ടങ്ങൾ, പല കാര്യങ്ങൾ, അതിലുപയോഗിച്ച ആയുധങ്ങൾ, അതിൽ പങ്കെടുത്ത നമ്മുടെ സേനാ വിന്യാസങ്ങൾ, അതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന ഘട്ടത്തിൽ പലപ്പോഴും കമ്പാരിസൺ പോലും നടന്നിട്ടുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വെച്ച്. ഇപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ സൈന്യവും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിലെന്താ കൂടുതലായിട്ട് നമുക്ക് അറിയാനുള്ളത്? അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടു. അതായത് പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു. അപ്പോൾ ഇതിന് രണ്ടിലും നേരിട്ട് പങ്കെടുത്തത് ഇന്ത്യയുടെ എയർഫോഴ്സ്, ഇന്ത്യയുടെ വ്യോമസേനയും, അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ പലപ്പോഴും ചെറുത്തത് നമ്മുടെ കരസേനയുമാണ്. ഈ രണ്ട് സേനയുമാണ് നേരിട്ട് പങ്കെടുത്തത്. പക്ഷേ നേവി ചിത്രത്തിലുണ്ടായിരുന്നില്ല, നമ്മുടെ നാവികസേന പക്ഷേ എല്ലാ തയ്യാറെടുപ്പുമായിട്ട് നിൽക്കുകയായിരുന്നു. അന്തിമ ഉത്തരവ് വരാഞ്ഞതുകൊണ്ട് മാത്രം അവർ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയില്ല എന്നുള്ളതാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു. NDTV അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത എന്ന നിലയിലാണ് ഈ പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം 36 പടക്കപ്പലുകൾ ഇന്ത്യയുടെ സജ്ജമായി നിന്നിരുന്നു. ആ 36 പടക്കപ്പലുകളുടെ തലവനായി INS വിക്രാന്തും ഉണ്ടായിരുന്നു. ഈ INS വിക്രാന്തിലൊരു പ്രത്യേകതയുണ്ട്, അതിൽ നമ്മുടെ മിഗ് വിമാനങ്ങളും ഉണ്ട്. അപ്പോൾ വേണ്ടി വന്നാൽ, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയതൊരു സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ പൂരവും കുടമാറ്റവും നടത്താനുള്ള സെറ്റപ്പ് നേവിയുടെ കയ്യിലുണ്ടായിരുന്നു, തയ്യാറാക്കി നിർത്തിയേക്കായിരുന്നു. ഇപ്പം നേവിയുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് കറാച്ചി തുറമുഖമായിരുന്നു. കറാച്ചി തുറമുഖത്തിൽ പാക് നേവിയുടെ നിരവധി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ തയ്യാറായിരുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെങ്കിൽ ഇന്ത്യയുടെ 2 യുദ്ധക്കപ്പലുകളും അതേപോലെ അന്തർവാഹിനികളും ഈ കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി മിസൈലുകളടക്കം സജ്ജമാക്കി വെച്ചേക്കുകയായിരുന്നു. ഒരു ഉത്തരവ് വന്ന ഒരു ബട്ടൺ അമർത്തേണ്ട മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഈ 36 കപ്പലുകളൊക്കെ അവിടെ സജ്ജമാക്കി വെച്ചത്, അത് താങ്ങാൻ മാത്രമുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ പാകിസ്ഥാനെ അത്ര വില കുറച്ച് കാണണ്ട. പാകിസ്ഥാനും ഈ നാവിക വ്യൂഹമുണ്ട് അവർക്കും. അപ്പോൾ നമ്മൾ ഒരു അക്രമത്തിന് തയ്യാറാകുകയാണെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ചെറുത്ത് നിൽപ്പിന് ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കണ്ട യുദ്ധത്തിൻ്റെ പ്രതീതി ആയിരിക്കില്ല, വമ്പനൊരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കണം. കാര്യം ഈ കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമുള്ള ചില പോരായ്മകൾ നാവികസേനയ്ക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നാവികസേനയ്ക്ക് ഒരേ സമയം കടലിലും കരയിലും യുദ്ധം ചെയ്യാം. അവർക്ക് കടലിൽ പരസ്പരം ഏറ്റുമുട്ടാം, കപ്പലുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാം. അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത മിസൈൽ ശേഖരമാണ് ഓരോ യുദ്ധക്കപ്പലുകളിലും ഉള്ളത്. അത് തൊടുത്തു വിട്ടാൽ കരയിലുള്ള ഏത് സ്ഥലവും ചാമ്പലാകും. അങ്ങനെ പാകിസ്ഥാൻ്റെ ചില ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വമ്പൻ മിസൈലുകൾ നമ്മുടെ പടക്കപ്പലുകളിൽ സജ്ജമായിരുന്നു. അത് പക്ഷേ തൽക്കാലം നമ്മൾ വേണ്ടാന്ന് വെച്ച് ആ കപ്പലുകളെ നമ്മൾ പിൻവാങ്ങുകയായിരുന്നു. ഈ 36 നേവിയുടെ 36 കപ്പലുകളെന്ന് പറയുന്നത് പല ശ്രേണിയിൽപ്പെട്ടതുണ്ട്. വലുതും ചെറുതുമായതുണ്ട്, വിമാനവാഹിനി കപ്പലുണ്ട്, അങ്ങനെ ചെറുതും വലുതും. അതായത് ഈ ചെറിയ യുദ്ധക്കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കടലിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് വേണ്ടി ഉള്ളതാണ് ചെറിയ യുദ്ധക്കപ്പലുകൾ. നിരീക്ഷണ കപ്പലുകൾ അടക്കമുണ്ട്. എന്നാൽ വലിയ കപ്പലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസൈൽ ലോഞ്ചറുകളുണ്ട്. ചെറുതും വലുതുമായ, അതായത് ബാലിസ്റ്റിക് മിസൈലുകളടക്കം വേണമെങ്കിൽ വിക്ഷേപിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകൾ നമ്മുടെ പക്കലുണ്ട്. ഈ നേവിയെ തൽക്കാലം ഇതിൽ പങ്കെടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ കാരണമുണ്ട് തീർച്ചയായും. കാര്യം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമാകുമ്പോഴാണ് നേവിയുടെ ഇടപെടലുണ്ടാകുന്നത്. കാര്യം നേവി ഇടപെട്ട് കഴിഞ്ഞാൽ അത് 2 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ആ മേഖലയിലെ കപ്പൽ ഗതാഗതം തന്നെ നിശ്ചലമാകും. മനസ്സിലായോ? അപ്പോൾ ലോകത്ത് ആകമാന അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ ഒരു വലിയ സ്കെയിലിലേക്ക് ആ യുദ്ധം പോകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവസാനം നേവി ഇടപെട്ടാൽ മതി എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തത്. പക്ഷേ ഇന്ത്യ മെയ് 6, 7 തീയതികളിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി പാകിസ്ഥാനി ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലായി, കാര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നേവി വേണ്ട, വെയിറ്റ്, ഞാൻ കൂടി തല്ലിയാൽ തീർന്നു പോകും എന്നുള്ള അവസ്ഥയിൽ നേവി ഇങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ നേവി 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നേവി പങ്കെടുത്തിട്ടുണ്ട്. നേവി നല്ല രീതിയിൽ പങ്കെടുത്തു. അങ്ങനെ
ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിന് വലിയ ഒരു പങ്ക് കൊടുത്ത വിഭാഗമാണ് നേവി. അതിനുശേഷം നേവിക്ക് കാര്യമായ പണി ഉണ്ടായിരുന്നില്ല. പക്ഷേ 99 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഓപ്പറേഷൻ തൽവാർ എന്ന് പറയുന്ന ഒരു പരിപാടി നേവി ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ തന്ത്രപരമായി ഇന്ത്യയോടുള്ളൊരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറായില്ല. പരസ്പരം രണ്ട് നേവികളും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയുടെ സൈനികമായ നേവിയുടെ ഇടപെടൽ മൂലം പാകിസ്ഥാൻ്റെ വ്യാപാര ബന്ധങ്ങളെല്ലാം പ്രശ്നത്തിലായി. ഈ കറാച്ചി തുറമുഖം എന്ന് പറയുന്നത് ഈ കയറ്റുമതി ഇറക്കുമതിക്കും പ്രാധാന്യമുള്ളൊരു തുറമുഖം. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെയുള്ള അല്ലെങ്കിൽ അറബിക്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തെ ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിൽ വന്നതോടുകൂടി പാകിസ്ഥാൻ ഞെരുങ്ങാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഈ പാർലമെന്റ് ആക്രമണം ഉണ്ടായല്ലോ. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഒരു അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹം ഉണ്ടാകുകയും ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്തിരുന്നു 2002. ആ സമയത്തും നേവി സമാനമായ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി. ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ പരാക്രമം എന്നാണ്. അപ്പോൾ അപ്പോഴും നേവി സമാനമായ രീതിയിൽ നമ്മുടെ കപ്പലുകളൊക്കെ സജ്ജമാക്കി എല്ലാം റെഡിയാക്കി. പാകിസ്ഥാൻ നേരത്തെ അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ അപ്പോഴും രണ്ട് നേവികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയില്ല. അന്ന് 2002 അതിർത്തിയിൽ വലിയ രീതിയിലൊരു സൈനിക സംഘർഷം ഉണ്ടായെങ്കിലും ഏറ്റുമുട്ടൽ അന്ന് ഒഴിവാക്കപ്പെട്ടു. ഒരു യുദ്ധത്തിലേക്ക് പോയില്ല. പക്ഷേ 1971 ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക സന്നാഹമായിരുന്നു അന്ന് കണ്ടത്. ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് അന്നുണ്ടായത്. ഈ പറയുന്ന പോലെ കാർഗിൽ യുദ്ധത്തിൽ ഉണ്ടായ സൈനിക സന്നാഹം പോലെ തന്നെ മറ്റൊരു യുദ്ധം വലിയ കാലപ്പഴക്കം ഇല്ലാതെ 99 കാർഗിൽ യുദ്ധം നടന്നെങ്കിൽ 2002 ഈ പറയുന്ന പാർലമെൻറ്റ് ഭീകരാക്രമണം തുടർന്നുള്ള സൈനിക സന്നാഹമൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായപ്പോഴും നേവി അതിൻ്റെ റോള് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് മറ്റൊരു യുദ്ധമുന്നണിയിലേക്ക് നേവി നിയോഗിക്കപ്പെട്ടത്. പക്ഷേ നേവി അവസാന ഉത്തരവിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അതുണ്ടായില്ല. തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. ഏതായാലും ഈ പറയുന്ന പോലെ മെയ് 6-7 തീയതികളിൽ ഇന്ത്യ അവിടെ വ്യോമാക്രമണം നടത്തി. നമ്മൾ ബ്രഹ്മോസ് മിസൈലുകളടക്കം ഉപയോഗിച്ചു. നേവിയുടെ പക്കലും ഈ ബ്രഹ്മോസ് മിസൈലുണ്ട്. ബ്രഹ്മോസിൻ്റെ പ്രത്യേകത അതാണ്. അതൊരു കരസേനയ്ക്ക് ഉപയോഗിക്കാം, വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാം, നാവികസേനയ്ക്ക് ഉപയോഗിക്കാം. എവിടെ നിന്നാണെങ്കിലും കത്തിച്ച് വിടേണ്ട താമസം അത് ചെല്ലും. അപ്പോൾ അത്തരം മിസൈലുകളടക്കം നമ്മുടെ ഈ പടക്കപ്പലുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഏതാണ്ട് 11 കേന്ദ്രങ്ങളിലാണ് ആദ്യ ആക്രമണം നടത്തിയത്. പിന്നീട് 9 സൈനിക താവളങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടു പാകിസ്ഥാൻ്റെ. അപ്പം നേവിയും കൂടി ഇടപെട്ടിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു നാണക്കേട്ടിലേക്ക് പോയേനെ. കാര്യം ആ രീതിയിലുള്ള വലിയൊരു സന്നാഹമായിരുന്നു ഒരുക്കിയിരുന്നത്. ഏതായാലും അപ്പോഴത്തെ അന്തിമ ഉത്തരവ് വരാതിരുന്നതുകൊണ്ട് മാത്രം നേവിയുടെ ഇടപെടൽ ഉണ്ടായില്ല. ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു വെടിനിർത്തൽ വന്നു. അതുകൊണ്ട് തന്നെ ഇനി അത്തരം അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. ഏതായാലും നേവി ഒരുങ്ങിയായിരുന്നു ഇരുന്നത്. എന്തോ പാകിസ്ഥാൻ്റെ എന്തോ ഭാഗ്യം, നേവി ഇടപെടേണ്ടി വന്നില്ല. ഈ അന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ പലതും ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത് വലിയ ചർച്ചയാവുന്നുണ്ട്. അന്ന് നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പോലും. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്തെ പല വാർത്തകളും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇനി കൂടുതൽ ഇതിനകത്ത് വാർത്തകൾ വരാൻ കാത്തിരിക്കാം.